Good morning, students. At the university question, solve using the method of undetermined coefficients y double dash minus 4y dash minus 5y equal to 4 cos 2x. July 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ y കണ്ടുപിടിക്കുമ്പോൾ y is equal to yc plus yp എന്നാണ്. ആദ്യം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാം, രണ്ടാമത് പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാം. ഇവിടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഏതാണ്? അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ്സ് ആണ്. അപ്പൊ ആദ്യം yc കണ്ടുപിടിക്കാം. ടു ഫൈൻഡ് yc കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? റൈറ്റ് ഓക്സിലറി ഇക്വേഷൻ എഴുതാം. That is, ഇവിടെ y ഡബിൾ ഡാഷ് ആണെങ്കിൽ m സ്ക്വയർ, y ഡാഷ് ആണെങ്കിൽ m 4m, y ആണെങ്കിൽ 1. Therefore ഇതാണ് നമ്മുടെ ഇക്വേഷൻ. m സ്ക്വയർ മൈനസ് 4m മൈനസ് 5 is equal. ഇനി m ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പ്ലസ് ഓർ മൈനസ് 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 16 മൈനസ് 4 20 ഡിവൈഡഡ് ബൈ 22. അപ്പൊ 4 പ്ലസ് ഓർ മൈനസ് 36 ന്റെ റൂട്ട് 6 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് 6 10 10 ബൈ 2 5. 4 മൈനസ് 6 മൈനസ് 2 മൈനസ് 1. അപ്പൊ നമുക്ക് ഇതിന്റെ റൂട്ട്സ് കിട്ടുന്നത് 5ഉം മൈനസ് 1ഉമാണ്. ഇതിന്റെ റൂട്ട് കിട്ടുന്നത് 5ഉം മൈനസ് 1. നമുക്ക് കാൽക്കുലേറ്റർ ചെയ്താൽ കണ്ടുപിടിക്കാം. കാൽക്കുലേറ്റർ വെറുതെ ഈക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5ഉം മൈനസ് 1 കിട്ടും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാൻ പാടാത്തവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന റൂട്ട്സ് 5ഉം മൈനസ് 1ആണ്. റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. റൂട്ട്സ് റിയലും ഡിസ്റ്റിങ്ക്റ്റും ആണെങ്കിൽ വൈസ് ചെയ്താനുള്ള ഫോർമുല എന്താണ്? C1 e⁵5x പ്ലസ് C2 e⁻⁻6. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് പാർട്ട് കിട്ടി, ycയുടെ ആൻസർ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ടു ഫൈൻഡ് yp കണ്ടുപിടിക്കാം. yp കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ചൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. ചൂസ് yp is equal to, ഇവിടെ yp നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ 4 cos 2x എന്നാണ്. 4 cos 2x. റൈറ്റ് ഹാൻഡ് സൈഡ് r of x എന്ന് പറയുന്നത് sin x അല്ലെങ്കിൽ cos x ആണെങ്കിൽ, sin x or cos x, റൈറ്റ് ഹാൻഡ് സൈഡ് sin x or cos x ആണെങ്കിൽ yp നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? yp is equal to a sin x plus b sin x. a sin x plus a cos x plus b sin x. a cos x plus b sin x. ഇവിടെ sin x ന്റെ സ്ഥാനത്ത് sin 2x ആണെങ്കിലോ, റൈറ്റ് ഹാൻഡ് സൈഡിൽ sin 2x ആണെങ്കിൽ sin x or cos x. sin x ന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ cos x എന്ന സ്ഥാനത്ത് cos 2x ആണെങ്കിൽ അല്ലെങ്കിൽ sin 2x ആണെങ്കിൽ yp ചൂസ് ചെയ്യേണ്ടത് എന്താണ്? a cos 2x plus b sin 2x. ഇവിടെ sin 3x ആണെങ്കിൽ cos 3x ആണെങ്കിലോ a cos 3x plus b sin x. ഇവിടെ നമ്മൾ yp ചൂസ് ചെയ്യേണ്ടത് എന്തായിരിക്കും? yp ചൂസ് ചെയ്യേണ്ടത് a cos 2x. റൈറ്റ് ഹാൻഡ് സൈഡ് എന്തുണ്ട്? ഇവിടെ cos 2x ആ വന്നേക്കണേ. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് a cos 2x പ്ലസ് b sin 2x. ഇങ്ങനെയാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ്സിലെ yp നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. റൈറ്റ് ഹാൻഡ് സൈഡ് sin x ആണെങ്കിൽ, റൈറ്റ് ഹാൻഡ് സൈഡ് sin x or cos x ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് a cos 2x പ്ലസ്, ഇവിടെ നമുക്ക് sin x അല്ലെങ്കിൽ cos x ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് a cos x പ്ലസ് b sin x ആണ്. ഇവിടെ cos 2x ആണ്. കണ്ടോ, റൈറ്റ് ഹാൻഡ് സൈഡ് cos 2x ആണ്. cos 2x ആയതുകൊണ്ട് a cos 2x പ്ലസ് b sin 2x. ഈ cos 2x ന്റെ സ്ഥാനത്ത് cos 3x ആണെങ്കിലോ a cos 3x പ്ലസ് b sin 3x. ഇവിടെ cos 3x ന്റെ സ്ഥാനത്ത് cos 5x ആണെങ്കിലോ a cos 5x പ്ലസ് b sin 5x. അപ്പൊ കോസും സൈനും നമ്മുടെ ypയിൽ എഴുതണം. നമുക്ക് ഇവിടെ വന്നത് sin x മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ cos x മാത്രമേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യനില്. പക്ഷെ നമ്മൾ yp ചൂസ് ചെയ്യുമ്പോൾ സൈനും എഴുതണം, കോസും. അങ്ങനെ yp കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് yp ഡാഷ് എഴുതാം. yp ഡാഷ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ a cos 2x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ a into minus sin 2x into 2 plus b into cos 2x into 2. ഈ yp ഡബിൾ ഡാഷ് ആണ്. yp ഡബിൾ ഡാഷ് എന്തായിരിക്കും? minus 2a into sin 2x. sin 2x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? sin 2x ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ മൈനസ് 2a നമ്മൾ പുറത്തെടുത്തു. അപ്പൊ cos 2x into 2 plus 2b minus sin 2x into 2 എന്ന് പറഞ്ഞാൽ എന്താണ്?
minus 4a cos 2x minus 4b sin 2x. ഇതാണ് yp ഡബിൾ ഡാഷ്. yp ഡാഷ് കിട്ടി, yp ഡബിൾ ഡാഷ് കിട്ടി. ഇത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, y ഡബിൾ ഡാഷ് മൈനസ് 4y ഡാഷ് മൈനസ് 5y ഈക്വൽ ടു 4 cos 2x ആണ്. ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യത്തിലേക്ക് 4a cos 2x minus 4b sin 2x. ഈ yp ഡാഷിന് വരെ നമ്മൾ y ഡബിൾ ഡാഷ് വരെ yp ഡബിൾ ഡാഷ് കൊടുത്തു, മൈനസ് 4a cos 2x മൈനസ് 4b sin 2x. ഇത് ബ്രാക്കറ്റ് ചെയ്യാം. മൈനസ് 4y ഡാഷ്. y ഡാഷ് എന്താണ്? y ഡാഷ് എന്ന് പറഞ്ഞ ഇതാണ് മൈനസ് 2a sin 2x പ്ലസ് 2b cos 2x. പിന്നെന്തുണ്ട്? മൈനസ് 5 മൈനസ് 5y. y എന്താണ്? a cos 2x പ്ലസ് b sin 2x. റൈറ്റ് ആൻസർ എന്താണ്? 4 cos 2x. അപ്പൊ നമ്മള് yp നമ്മള് a cos 2x പ്ലസ് b sin 2x ചൂസ് ചെയ്തു. ചൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞു, റൈറ്റ് ഹാൻഡ് സൈഡ് cos 2x ആണ് വന്നിരിക്കുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡ് cos 2x ഓർ sin 2x വന്നു കഴിഞ്ഞാൽ നമ്മൾ yp ചൂസ് ചെയ്യേണ്ടത് a cos 2x പ്ലസ് b sin 2x ആണ്. ഇവിടെ cos 2x ന്റെ സ്ഥാനത്ത് cos 3x ആണെങ്കിലോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് 2 ന്റെ സ്ഥാനത്ത് 3 വരും, a cos 3x പ്ലസ് b sin 3x. അങ്ങനെയാണ് ഇത് ചെയ്തു പോകുന്നത്. 4x ആണെങ്കിൽ a cos 4x പ്ലസ് b sin 4x. അങ്ങനെ yp ചൂസ് ചെയ്തതിനു ശേഷം yp നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, yp ഡാഷ്. അപ്പോൾ yp ഡാഷ് നമുക്ക് കിട്ടി, ഇതാണ് yp ഡാഷ്. വീണ്ടും ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന yp ഡബിൾ ഡാഷ് കിട്ടി. ഈ yp ഡബിൾ ഡാഷും y ഡാഷും y ഒക്കെ തന്നിരിക്കുന്ന ഡിഫറൻഷിയേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമുക്കൊരു ഡിഫറൻഷിയേഷൻ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കമ്പയർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് ഇതിലെ എയും ബിയും നമുക്ക് കണ്ടുപിടിക്കണം. എയും ബിയും കണ്ടുപിടിച്ചാലാണ് yp കംപ്ലീറ്റ് ആവുക. എയും ബിയും കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ycയുടെ ആൻസർ എത്രയായിരുന്നു? yc എന്ന് പറയുന്നത് c1 e raised to 5x പ്ലസ് c2 e raised to minus x. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. c2 e raised to minus x. ഇനി നമുക്ക് എയും ബിയും കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുമുള്ള cos 2x ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യാം. Comparing the coefficients of cos 2x on both sides. രണ്ട് വശത്തുള്ള cos 2x ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ cos 2x ന്റെ കോഎഫിഷ്യന്റ് മൈനസ് 4 എന്നുണ്ട്. ഇത് എടുത്തു. ഇവിടെ sin 2x ആണ്. ഇവിടെ നോക്കാം, ഇവിടെ മൈനസ് 8b ഉണ്ട്, cos 2x ന്റെ കോഎഫിഷ്യന്റ് ആണ്. ഇവിടെ നമുക്ക് മൈനസ് 5 എന്നുണ്ട്. ആൻസർ എത്ര കിട്ടും? റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? 4. അപ്പൊ ഈ ഒരു ഇക്വേഷനില് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുമുള്ള cos 2x ന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുന്നു. റൈറ്റ് ഹാൻഡ് സൈഡിലെ cos 2x ന്റെ കോഎഫിഷ്യന്റ് 4 ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ഈ ഒരു ടേബിൾ കണ്ട cos 2x ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? മൈനസ് 4a. ഇങ്ങോട്ട് വന്നാലോ മൈനസ് 8b. മൈനസ് 8b. ഇങ്ങോട്ട് വന്നാലോ മൈനസ് 4a മൈനസ് 5a. അപ്പോ മൈനസ് 4a മൈനസ് 8b മൈനസ് 5a is equal to 4. ഇനി നമുക്ക് ഇക്വേഷൻ 1 എടുക്കാം. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് comparing the coefficients of sin 2x. sin 2x ന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യും. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? ഇവിടെ നോക്കാം. ഈ sin 2x ന്റെ കോഎഫിഷ്യന്റ് മൈനസ് 4b ഇതെടുത്തു. ഇവിടെ നമുക്ക് പ്ലസ് 8a. ഇവിടെ sin 2x ന്റെ കോഎഫിഷ്യന്റ്, ഇവിടെ sin 2x ന്റെ കോഎഫിഷ്യന്റ് ഉണ്ട് മൈനസ് 5b is equal to റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? 0. sin 2x ന്റെ കോഎഫിഷ്യന്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒന്നുമില്ല. അപ്പൊ sin 2x ന്റെ കോഎഫിഷ്യന്റ് 0 ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഈ sin 2x ന്റെ കോഎഫിഷ്യന്റ് മൈനസ് 4b എഴുതി. ഇവിടെ നിന്ന് നമുക്ക് മൈനസ് 8b മൈനസ് ഇവിടെ മൈനസ് 4 ഇൻറ്റു മൈനസ് 2a. അപ്പോ പ്ലസ് 8a. ഇവിടേക്ക് വരുമ്പോഴോ മൈനസ് 5b. ഈ മൈനസ് 4bയും മൈനസ് 5b. അപ്പൊ നമുക്ക് 8a മൈനസ് 9b is equal to 0 എന്ന് വരും. അപ്പൊ 8a is equal to 9b എന്ന് വരും. Therefore a യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? a യുടെ വാല്യൂ 9/8 അല്ലേ?
9/8. ഈ വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് 9/8b എന്ന് കിട്ടി. ഈ എയുടെ വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് ബിയിൽ മാത്രം വരും. അങ്ങനെ ബിയുടെ വാല്യൂ കിട്ടും. ബിയുടെ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ബിയുടെ വാല്യൂ ഉപയോഗിച്ച് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം സാധിക്കും. ഞാൻ അടുത്ത സ്റ്റേജിൽ ചെയ്യാൻ പോണത്, നെക്സ്റ്റ് സ്റ്റേജില് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ഇവിടെ -4a -8b -5a is equal to 4. ഇതില് -4a -5a എന്ന് പറയുമ്പോൾ എത്രയാണ്? -9a -8b. -9a -8b is equal to 4. അപ്പൊ -9a -8 into ഇവിടെ എക്ക് വരാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണത്. അപ്പൊ ബി ആണ് കണ്ടുപിടിക്കാൻ പോണത്. എയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട് ഇൻ ടൈംസ് ഓഫ് ബിയില്. അപ്പൊ -9 into എക്ക് പകരം നമ്മള് 9/8 ബി എന്ന് കൊടുക്കുന്നു. -8b is equal to 4. ഇനി രണ്ടിൽ നിന്ന് -b നമുക്ക് പുറത്തെടുക്കാം. പുറത്തെടുത്ത് കഴിയുമ്പോ 81/8 വരും. 81 plus 8 is equal to 4. Therefore, -b എന്ന് പറഞ്ഞാൽ 81 plus 64 divided by 8. That is equal to 4. -b into 4 5 14 by 8 is equal to 4. Therefore, b minus b is equal to നമുക്ക് പ്ലസ് ബി എന്ന് കൊടുക്കാം. 32 divided by 145. ബിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? b is equal to -32/145. ഇനി നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് a is equal to 9/8 into b എത്രയാണ്? -32/145. അപ്പൊ നമുക്ക് 8 32 കട്ട് ചെയ്യുമ്പോൾ 4 വരും. 4 36 36/145. എയുടെ വാല്യൂ എത്ര കിട്ടി? -36/145. Therefore, yp എന്ന് പറയുന്നത് എന്താണ്? yp is equal to നമ്മൾ എന്താ എടുത്തത്? yp ചൂസ് ചെയ്തത് a cos 2x plus b sin 2x എന്നാണ്. അത് എയുടെ വാല്യൂ എത്രയാണ്? -36 1/45 cos 2x പ്ലസ് ബിയുടെ വാല്യൂ എത്ര കിട്ടിയേ? -32/145 sin 2x. അപ്പൊ yp കിട്ടി. നേരത്തെ നമുക്ക് yc നമുക്ക് കിട്ടി വെച്ചിട്ടുണ്ട്. Therefore, y is equal to എന്താണ്? yc plus yp. Therefore, നമുക്ക് ഫൈനൽ ആൻസർ y equal to yc plus yp എന്ന് കിട്ടും. അപ്പൊ അതിൽ എയുടെ കോഎഫിഷ്യൻസ്, എയുടെ വാല്യൂ എത്രയാണ്? -36/145. ബിയുടെ വാല്യൂ -32/145. ഇത് രണ്ട് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -36/145 cos 2x പ്ലസ് -32/145 sin 2x. അങ്ങനെ yp കണ്ടുപിടിച്ചു. yc നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ycയും ypയും കൂട്ടി കഴിയുമ്പോൾ y കിട്ടും. Therefore, y is equal to yc plus ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരുക. അപ്പൊ ഇവിടെ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് a cos 2x ആണ്, അതായത് 4 cos 2x. റൈറ്റ് ഹാൻഡ് സൈഡ് cos x അല്ലെങ്കിൽ sin x ആണെങ്കിൽ നമ്മൾ yp ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? a cos x plus b sin x. റൈറ്റ് ഹാൻഡ് സൈഡ് cos x നോ sin x നോ ആണെങ്കിൽ yp ചൂസ് ചെയ്യേണ്ടത് a cos x plus b sin x ആണ്. ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് cos 2x ആണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്തു? yp എന്നുള്ളത് a cos 2x plus b sin 2x. a cos 2x plus b sin 2x. അങ്ങനെ ചൂസ് ചെയ്ത് നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. yp ഡാഷ് കണ്ടു, yp ഡബിൾ ഡാഷ് കണ്ടു. നമ്മുടെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യലിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആദ്യം നമ്മൾ cos 2x ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്തു, ഒരു ഇക്വേഷൻ കിട്ടി. അതിനുശേഷം sin 2x ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്ത് ഒരു ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ കൂടി സോൾവ് ചെയ്യുമ്പോൾ ബിയുടെയും എയുടെയും വാല്യൂ കിട്ടി. ബിയുടെ വാല്യൂ -32/145, എയുടെ വാല്യൂ -36/145. അങ്ങനെ yp കിട്ടി. നേരത്തെ yc കിട്ടിയിട്ടുണ്ട്. ഈ yp ycയും കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y എന്നുള്ള സൊല്യൂഷൻ കിട്ടും. അങ്ങനെ ഫൈനൽ ആൻസർ പൂർത്തിയാകും. ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.